Almost 25 years are born. So how excited are you? അങ്ങനെ ആലോചിക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് ആക്ച്വലി അങ്ങനെ ഇല്ല കേട്ടോ. നമ്മുടെ എക്സൈറ്റ്മെന്റ് ഒരു മൂവി ഇറങ്ങി അത് സക്സസ് ആകുമ്പോഴൊക്കെയാണ് എക്സൈറ്റ്മെന്റ്. നമ്മൾ എത്ര വർഷം എത്ര മൂവി ചെയ്തുള്ളൊന്നും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടറായിട്ട് തോന്നാറില്ല. ബിക്കോസ് വളരെ യങ് ഏജിൽ തുടങ്ങിയതാണ് ഈ കരിയർ. നമ്മളിങ്ങനെ മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഞാൻ തന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ഞാൻ കന്നഡയിലൊക്കെ മൂവി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്പർ ഓഫ് മൂവീസ് ഓർ ദ ഇയേഴ്സ് യുവർ വർക്ക്ഡിന് ഒരിക്കലും എക്സൈറ്റ്മെന്റ് തരാറില്ല. ഒരു മൂവി സക്സസ് ആവുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ ഇട്ട ഒരു ഹാർഡ് വർക്ക് അതിനൊരു റെക്കഗ്നിഷൻ കിട്ടുമ്പോഴാണ് എനിക്കൊക്കെ എക്സൈറ്റ്മെന്റ്. എൻ്റെ അച്ഛൻ മൂവി ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ ഞാൻ ഇങ്ങനത്തെ കുറേ കഥകൾ കേട്ട് എവിടെയൊക്കെയോ എൻ്റെ ഉള്ളിൽ ഐ വോണ്ടഡ് ടു ബി ആൻ ആക്ട്രസ് എന്നുള്ളൊരു സാധനം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. മൂവി ഭയങ്കരമായിട്ട് ഈസിലി ഇൻഫ്ലുവൻസ് ചെയ്യായിരുന്നു എന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈവൻ സ്കൂളിലുമൊക്കെ എൻ്റെ പഴയ ഇപ്പോൾ 10th ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും. കാരണം അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് see you on big screen, dated till you become an actress, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ റെഫറൻസസ് എൻ്റെ ഓട്ടോഗ്രാഫിലുണ്ട്. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവൻ അവിടെ നമ്മൾ മൂവി ചെറിയ ആഡൊക്കെ ഞാനപ്പോൾ ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ഈവൻ ടീച്ചേഴ്സ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലേ സിനിമ നടി, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. സോ എവിടെയൊക്കെയാണ്, പക്ഷെ ഐ നെവർ ട്രൈഡ് ഫോർ ഇറ്റ്. ഒരിക്കലും അതിന് വേണ്ടി വർക്ക് ചെയ്യേ അവിടെ എവിടെയും പോയിട്ട് നമ്മൾ ഓഡീഷൻ കൊടുക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല.